ഇന്ത്യയിൽ വർദ്ധിച്ചുവരുന്ന സ്പാം കോളുകൾ, വ്യാജ സന്ദേശങ്ങൾ, ഡിജിറ്റൽ തട്ടിപ്പുകൾ എന്നിവ തടയുന്നതിന് വമ്പൻ നടപടിയുമായി ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ. കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ട്രായ് 2.1 ദശലക്ഷം മൊബൈൽ നമ്പറുകളാണ് എന്നേക്കുമായി നിരോധിച്ചത്. ഇന്ത്യയിൽ വർദ്ധിച്ചുവരുന്ന സ്പാം കോളുകൾ, വ്യാജ സന്ദേശങ്ങൾ, ഡിജിറ്റൽ തട്ടിപ്പുകൾ എന്നിവ തടയുന്നതിന് വമ്പൻ നടപടിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ. തട്ടിപ്പുകൾക്കും സ്പാം കോളുകൾക്കുമെതിരായ നടപടികളുടെ ഭാഗമായി കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ട്രായ് 2.1 ദശലക്ഷം മൊബൈൽ നമ്പറുകൾ എന്നേക്കുമായി നിരോധിക്കുകയും വ്യാജ SMS-കളും കോളുകളും തുടർച്ചയായി അയച്ചിരുന്ന 1 ലക്ഷത്തോളം സ്ഥാപനങ്ങളെ കരിമ്പട്ടികയിൽ പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഇതുവരെ സ്വീകരിച്ചതിൽ വെച്ച് ഏറ്റവും വലിയ നടപടിയാണിത്. സൈബർ തട്ടിപ്പ് നടത്തുന്നവരെ മൊബൈൽ ഫോൺ ഉപയോക്താക്കൾ ബ്ലോക്ക് ചെയ്യുക മാത്രമല്ല, ഔദ്യോഗിക ട്രായ് DND ആപ്പ് വഴി സ്പാം കോളുകളും SMS-ഉം റിപ്പോർട്ട് ചെയ്യണമെന്നും ട്രായ് പൊതുജനങ്ങളോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം KYC, ബാങ്ക് അപ്ഡേറ്റുകൾ, വ്യാജ ഓഫറുകൾ, സർക്കാർ തിരിച്ചറിയൽ രേഖകൾ എന്നിവ വാഗ്ദാനം ചെയ്ത് ആളുകളെ കബളിപ്പിക്കാൻ ശ്രമിച്ച കോളർമാർക്കെതിരെയാണ് ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ ഈ നടപടി പ്രത്യേകമായി സ്വീകരിച്ചത്. അതേസമയം ഒരു ഫോൺ നമ്പർ ബ്ലോക്ക് ചെയ്യുന്നത് കൊണ്ട് മാത്രം ഈ തട്ടിപ്പുകാരെ തടയാൻ സാധിക്കില്ലെന്നാണ് ട്രായ് പൊതുജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. അവർ നിങ്ങളെ വെറുതെ വിടുകയേ ഉള്ളൂ, പക്ഷേ മറ്റുള്ളവരെ വിളിക്കുന്നതും കബളിപ്പിക്കുന്നതും തുടരുമെന്നും ടെലികോം റെഗുലേറ്റർ പറയുന്നു. ഫോൺ നമ്പർ വഴി തട്ടിപ്പിനിരയാകുന്നവർ ട്രായ് DND അഥവാ ഡു നോട്ട് ഡിസ്റ്റർബ് ആപ്പിൽ പരാതി നൽകണം. ഈ പ്രധാന നടപടിയുടെ പ്രാഥമിക കാരണം ഈ റിപ്പോർട്ടിംഗ് ആണ്. പരാതിക്കാർ രേഖപ്പെടുത്തുന്ന ഫോൺ നമ്പറിന്റെ പ്രവർത്തനങ്ങൾ ട്രായ് അന്വേഷിക്കുകയും തട്ടിപ്പ് കണ്ടെത്തിയാൽ ആ നമ്പർ എന്നേക്കുമായി വിച്ഛേദിക്കുകയും ചെയ്യും. ഒരു സ്പാം അല്ലെങ്കിൽ തട്ടിപ്പ് കോൾ റിപ്പോർട്ട് ചെയ്യാൻ ആദ്യം ട്രായ് DND ആപ്പ് ഡൗൺലോഡ് ചെയ്യണം. തുടർന്ന് വഞ്ചനാപരമായ കോളിന്റെയോ SMS-ന്റെയോ സ്ക്രീൻഷോട്ട് എടുത്ത് നമ്പർ തിരഞ്ഞെടുത്ത് റിപ്പോർട്ട് സമർപ്പിക്കാം. അജ്ഞാത കോളുകൾ അല്ലെങ്കിൽ ചാറ്റുകൾ വഴി നിങ്ങളുടെ OTP, UPI പിന്ന്, ബാങ്ക് വിശദാംശങ്ങൾ, ആധാർ വിവരങ്ങൾ എന്നിവ പങ്കിടരുത്. ഭീഷണികൾ, പ്രലോഭനങ്ങൾ എന്നിവ പിന്തുടരുകയോ സംശയാസ്പദമായ ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യുകയോ ചെയ്യരുത്. ന്യൂസ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.